ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് 18 വയസ്സുകാരനായിട്ടുള്ള അലൻ എന്ന യുവാവിന് ദാരുണമായിട്ടുള്ള അന്ത്യം സംഭവിച്ചത് ഈ സന്ധ്യാസമയത്താണ്. അലൻ 2 സംഘങ്ങളുമായി ഉണ്ടായ വാക്കുതർക്കത്തിന് നടുവിൽ പെടുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? തിരുവനന്തപുരം അമ്പലത്തിന് സമീപം, തൈക്കാട് അമ്പലത്തിന് സമീപമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടക്കുന്നത്. തൈക്കാട് അമ്പലത്തിന് സമീപം ചെങ്കൽച്ചൂള രാജാജി നഗർ സ്വദേശി അലനാണ് മരിക്കുന്നത്. മരണം അത് നെഞ്ചിൽ മുനയുള്ള ഒരായുധം തുളഞ്ഞു കയറിയാണ്. എന്താണ് ഈ ആയുധം ഉപയോഗിച്ചുള്ള ഈ തർക്കമുണ്ടാവാൻ കാരണം? അത് വേറൊന്നുമല്ല, തിരുവനന്തപുരം മോഡൽ സ്കൂളിലെ കാൽപന്ത് കളിയെ ചൊല്ലിയുള്ള ഒരു തർക്കമാണ്. ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുണ്ടാകുന്നു. ഇതേ തുടർന്ന് 2 സംഘങ്ങളായെത്തി ഏറ്റുമുട്ടുകയാണ് 2 വിദ്യാർത്ഥി സംഘങ്ങൾ. ഒന്ന് രാജാജി നഗർ കോളനിയിലെ വിദ്യാർത്ഥികൾ, മറ്റൊന്ന് വിദ്യാർത്ഥികൾക്കൊപ്പം ആ കോളനിയിലെ മറ്റുള്ളവരും, മറ്റൊന്ന് ജഗതി കോളനിയിലെ സംഘാംഗങ്ങൾ. അങ്ങനെ രാജാജി നഗർ കോളനിയിലെയും ജഗതി കോളനിയിലെയും സംഘാംഗങ്ങൾ മുഖാമുഖമെത്തി. അവിടെ രാജാജി നഗർ കോളനിയിലെ കുട്ടികൾക്കൊപ്പം ഈ കാണുന്ന അലനുമുണ്ടായിരുന്നു. അലന്റെ നെഞ്ചിലേക്ക് ജഗതി കോളനി സംഘാംഗത്തിൽപ്പെട്ട ഒരാൾ മൂർച്ചയുള്ള ഒരായുധം തുളച്ചു കയറ്റുകയായിരുന്നു, നേരെ ഹൃദയത്തിലേക്ക്. ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിൽ പോലും അലന് ജീവൻ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. പറയട്ടെ, അലന് ഒരു അമ്മ മാത്രമേ ഉള്ളൂ, ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരി മരിച്ചു പോയതാണ്. ആ അമ്മയ്ക്ക് ഏകാശ്രയം ഈ 18 വയസ്സുകാരനായിരുന്നു. പക്ഷേ ആ 18 വയസ്സുകാരന്റെ ജീവനാണ് ഇന്നിവിടെ പൊലിഞ്ഞത്. എറണാകുളത്തെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് അമ്മ. അമ്മ എങ്ങനെ സഹിക്കുമെന്നുള്ളതാണ്. നെഞ്ചിൽ ആയുധം തുളഞ്ഞു കയറി 18 വയസ്സുകാരനായിട്ടുള്ള അലന് ദാരുണാന്ത്യം. സ്കൂളിലുണ്ടായ ഒരു തർക്കമാണ്, അത് ഫുട്ബോൾ കളിയിലുണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലെത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഈ 2 സംഘാംഗങ്ങളും ഇനിയെങ്കിലും ഈ ജീവന വിലയറിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടാതിരിക്കട്ടെ, ഇനിയും വാശി വെക്കരുത്. 24 പോകുന്നു ഒരു ഇടവേളയിലേക്ക്.